ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കരിക്ക് ഷേക്കാണ് കേട്ടോ. നാട്ടിൽ വന്നപ്പോൾ മുതൽ എവിടെ നോക്കിയാൽ കാണുന്നതാണ് കരിക്ക് ഷേക്ക്. അതിനിടെ ഒരു 3 കരിക്കിൻ്റെ കാമ്പ് അകക്കാമ്പ് ഇളക്കിയും വെച്ചിട്ടുണ്ട്, ഒരു 3 ചെറുപഴം, ഇതെല്ലാം വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ 2 ഗ്ലാസ് പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് സംഭവം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുപഴം ഇട്ട് കൊടുക്കാം. 3 ചെറുപഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നമ്മളുടെ കരിക്കില്ലേ, അകക്കാമ്പ് ഇളക്കി വെച്ചിരിക്കുന്ന കരിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു പഞ്ചസാര 2-3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കരിക്കിൻ്റെ വെള്ളം മൊത്തവും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു കരിക്കിൻ്റെ വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. 3 കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു കരിക്കിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് പാല് കട്ടിയാക്കി വെച്ചിരിക്കുന്നില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഷാർജയ്ക്കൊക്കെ പാല് കട്ടിയാക്കി വെച്ചിരിക്കില്ലേ, കാച്ചിയിട്ട് കട്ടിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഞാൻ കുടിച്ച ആ ഒരു ജ്യൂസിനെക്കാട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വിശ്വസിച്ച് കുടിക്കാൻ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. അപ്പോൾ കരിക്ക് ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.